2 ദിവസം മുമ്പ് ആരംഭിച്ച ഈ വർഷത്തെ അധ്യയന വർഷത്തിൽ തിരുവനന്തപുരം പടിഞ്ഞാറേക്കോട്ടയിലുള്ള ഗവൺമെൻറ് ഹൈസ്കൂൾ ഒരു ഏടാകൂടത്തിൽ ചെന്ന് അറിയാതെ പെട്ടിരിക്കുകയാണ്. അത് വളരെ കൗതുകകരമായ ഒരു ഏടാകൂടമാണ് എന്ന് പറഞ്ഞാലും അതിശയോക്തിയില്ല. പ്രവേശനോത്സവത്തിൽ ആഘോഷ പരിപാടികളുടെ മോടി കൂട്ടുന്നതിനായി അത് സംഘടിപ്പിച്ചതും ആ സംഘാടനത്തിന് സ്പോൺസർഷിപ്പ് നൽകിയവരുമായിട്ടുള്ള ജൂനിയർ ചേംബർ ഓഫ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന സംഘടനയും അവിടെ ഒരു വിശിഷ്ട അതിഥിയെ കൊണ്ടുവന്നതാണ് ഈ ഏടാകൂടത്തിന് കാരണം ആയത്. ഈ വിശിഷ്ട അതിഥിയെ യഥാർത്ഥത്തിൽ കൊണ്ടുവന്നത് അവിടെ വർഷങ്ങളായി സ്കൂൾ പ്രവേശന ഉത്സവം നടക്കുമ്പോൾ അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകങ്ങളും യൂണിഫോമും ഒക്കെ ഒരു സഹായം എന്ന രീതിയിൽ നൽകുന്ന ഒരു അന്തർദേശീയ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ എന്നതാണ്. അപ്പോൾ അവർ സ്വാഭാവികമായി സ്പോൺസർഷിപ്പ് നൽകി ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നത് ആ സ്കൂളിനെ സംബന്ധിച്ച് ഒരു പതിവാണ്. ഈ വർഷവും അവർ അറിയിച്ചതനുസരിച്ച് ആ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ അതിന് അനുവാദം നൽകി. അവർ അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളുമായി ഈ ജൂൺ മാസം 2-ാം തീയതി സ്കൂൾ ക്യാമ്പസിൽ എത്തിയപ്പോൾ യഥാർത്ഥത്തിൽ അവർ വിശിഷ്ട അതിഥികളായി സ്കൂൾ അധികൃതർ വിളിച്ചത് ആ പ്രദേശത്തെ കോർപ്പറേഷൻ വനിതാ കൗൺസിലറെ മാത്രമാണ്. അങ്ങനെ ചടങ്ങുകൾ ആരംഭിക്കുന്നതിന് മുമ്പായി പൊടുന്നനവെയാണ് ഒരു വിശിഷ്ടാതിഥി കൂടി ഉണ്ട് എന്നത് സ്കൂൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. എന്നാൽ ആ വിശിഷ്ടാതിഥി ആരാണെന്നോ എവിടെ നിന്നാണെന്നോ എന്നതിനെ സംബന്ധിച്ചൊന്നും ഇതിൻ്റെ സ്പോൺസർഷിപ്പ് നൽകുന്ന ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ ഈ സ്കൂൾ അധികൃതരെ അറിയിച്ചില്ല എന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. വന്ന വിശിഷ്ടാതിഥി ആകട്ടെ എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ ഒരു പോക്സോ കേസിലെ പ്രതിയായിട്ടുള്ള ശ്രീ മുകേഷ് എം നായർ എന്ന ഒരു ബ്ലോഗറാണ്. ഇദ്ദേഹത്തിൻ്റെ പേരിൽ പോക്സോ കേസ് നിലവിലിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മദ്യപാനം പ്രോത്സാഹിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് ചില പരിപാടികൾ ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സ്വന്തം ഹാൻഡിലിൽ കൊടുത്തിട്ടുണ്ട് എന്നതും അപ്പോഴാണ് പുറത്തു വരുന്നത്. ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേക പരിപാടിയിൽ ഒരു പെൺകുട്ടിയെ, പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ ലൈംഗികമായി അതിക്രമിക്കാൻ ശ്രമിച്ചു എന്നതിൻ്റെ പേരിലാണ് ഇദ്ദേഹത്തിൻ്റെ പേരിൽ പോക്സോ കേസ് നിലവിലുള്ളത്. അങ്ങനെ ഒരാളിനെയാണ് ഈ ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഈ സ്പോൺസർഷിപ്പ് ഏജൻസി അവിടെ വിശിഷ്ടാതിഥിയായി കൊണ്ടുവന്നത്. ഇത് ഒരു തരത്തിലും സ്കൂൾ അധികൃതരുടെ അനുവാദം മുൻകൂട്ടി വാങ്ങിയിട്ടോ അവരോട് പറഞ്ഞിട്ടോ അല്ല എന്നതാണ് സ്കൂൾ അധികൃതർ ഇപ്പോൾ പുറത്ത് പറയുന്നത്. എന്നാൽ ഈ ആൾ ഇങ്ങനെ പോക്സോ കേസിലെ പ്രതിയാണ് എന്ന സത്യം പുറത്തു വന്നപ്പോൾ ആകെ വൈതരണിയിലായി. മാത്രവുമല്ല, ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൻ്റെ മൂക്കിന് താഴെ വെളിപ്പാടകലെ കിഴക്കേക്കോട്ടയിലുള്ള ഒരു ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് ഈ സംഭവം നടന്നത്. അപ്പോൾ ഇത് മാധ്യമങ്ങളെല്ലാം ഇത് വലിയ രീതിയിൽ പ്രചാരം നൽകിയപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഈ കാര്യത്തിൽ നടപടിയെടുക്കാതിരിക്കാൻ കഴിയാതെ വന്നു. അങ്ങനെ അദ്ദേഹം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. അവിടെ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഉടൻ തന്നെ ആ ഹെഡ് മാസ്റ്ററോട് വിശദീകരണം തേടി. ഹെഡ് മാസ്റ്റർ കൊടുത്ത വിശദീകരണത്തിൽ ഒരു പ്രത്യേക കടലാസ് കൂടെ ചേർത്തിരുന്നത് മറ്റൊന്നുമല്ല, ഈ സ്പോൺസർഷിപ്പ് നൽകിയ ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ നൽകിയിരിക്കുന്ന ഒരു മാപ്പ് അപേക്ഷ കൂടിയാണ്. അവർ ഇതിന് മാപ്പ് ചോദിച്ചിരിക്കുന്നു. അവർ ബോധപൂർവം ഒരു പ്രശ്നമുണ്ടാക്കുന്നതിനല്ല ഇദ്ദേഹത്തെ കൊണ്ടുവന്നത് എന്നൊക്കെയുള്ള രീതിയിലാണ് അവർ മാപ്പ് ചോദിച്ചിരിക്കുന്നത്. ഈ ഹെഡ് മാസ്റ്റർ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിലും ഞങ്ങൾ ബോധപൂർവം വരുത്തിയതല്ല, ഈ സ്പോൺസർഷിപ്പിന് സഹായിക്കുന്ന ആളുകൾ കൊണ്ടുവന്ന വിശിഷ്ടാതിഥിയാണ്, ഞങ്ങളായിട്ട് അദ്ദേഹത്തെ വിളിച്ചിട്ടില്ല, ഞങ്ങളാകെ വിളിച്ചത്
ആ പ്രദേശത്തിന്റെ കൗൺസിലറെയാണ് എന്ന് അദ്ദേഹവും സ്കൂളിന്റെ അധികൃതരും വിശദീകരണം കൊടുത്തു. ഇപ്പോൾ ആ വിശദീകരണ കുറിപ്പുകളും ഈ മാപ്പ് അപേക്ഷയും എല്ലാം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ കയ്യിലാണ്. ഇനി ഇതിന്മേൽ എന്ത് നടപടിയാണ് എടുക്കാൻ പോകുന്നത് എന്നതാണ് നാം കാണേണ്ടത്. ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത്, ഈ വർഷം പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു, പോക്സോ കേസിൽ നിരവധി പ്രതികളായിട്ടുള്ള അധ്യാപകർ തന്നെയുണ്ട്. വളരെ സങ്കടകരവും വേദനിപ്പിക്കുന്നതുമായ ഒരു പ്രസ്താവനയാണത്. കേസിൽ പ്രതിയായി കഴിഞ്ഞു എന്നതുകൊണ്ട് അവർ കുറ്റവാളികളാണ് എന്ന് വിധിക്കാറായിട്ടില്ല. എന്നാൽ പോലും പോക്സോ കേസിൽ പ്രതിയായിട്ടുള്ള അധ്യാപകർ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് രക്ഷകർത്താക്കളിലും വിദ്യാർത്ഥികളിലും ഉണ്ടാക്കുന്ന ഭയവും ഭീതിയും ആശങ്കയും എത്ര വലുതാണ് എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിരിക്കുന്നത്, അങ്ങനെയുള്ള അധ്യാപകരിൽ മേൽ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണ്. ഒരു തരത്തിലും ഈ തരത്തിൽ ഉള്ള കുറ്റങ്ങൾ ചെയ്യാൻ അധ്യാപകരെ അനുവദിച്ചുകൂടാ. അഥവാ അങ്ങനെ ആരെങ്കിലും ചെയ്താൽ, ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ അതിരൂക്ഷമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്നൊക്കെ അദ്ദേഹം പ്രസ്താവിച്ചിട്ടുണ്ട്. ഏതായാലും അധ്യയന വർഷം ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഇനി വരും ദിവസങ്ങളിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്നാൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും ഈ സംഭവം ഒരു വലിയ സന്ദേശം കേരളത്തിലാകമാനം നൽകിയിട്ടുണ്ട്. അതായത് പുറത്തു നിന്നുള്ള ഏജൻസികളെ സ്കൂൾ ക്യാമ്പസുകളിൽ സഹായം നൽകുന്നതിനാണെങ്കിൽ പോലും വരുത്തുമ്പോൾ ജാഗ്രതയും അതീവ സൂക്ഷ്മതയും സ്കൂൾ അധികൃതർ കാട്ടണം എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യാം, പുസ്തകം തരാം, കൊട തരാം, അല്ലെങ്കിൽ യൂണിഫോം തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നതായ ഏജൻസികൾ പലപ്പോഴും വ്യാജ ഏജൻസികൾ കൂടിയായിരിക്കും. അവരിതിനെ പണം കണ്ടെത്തുന്നത് തന്നെ ഒരുപക്ഷെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളുടെ ആണെങ്കിൽ പോലും സ്കൂൾ അധികൃതർ അതൊന്നും അന്വേഷിക്കുന്ന പതിവില്ല. അതുകൊണ്ട് കർശനമായി സ്കൂൾ അധികൃതർ ഒരു നിയമം എന്ന മട്ടിൽ തന്നെ അനുശാസിക്കേണ്ടതായിട്ടുണ്ട്. ഇതിനായി വരുന്ന ആളുകളെ മുഴുവൻ അവരുടെ പശ്ചാത്തലവും അവരുടെ ചരിത്രവും അവർക്കുള്ള അംഗീകാരവും ഒക്കെ സമഗ്രമായി പരിശോധിക്കണം. അങ്ങനെ അംഗീകാരമുള്ള വളരെ സുതാര്യമായ രീതിയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളെ മാത്രമേ, അതിൻ്റെ ചുമതലക്കാരെ മാത്രമേ സ്കൂൾ ക്യാമ്പസുകളിൽ സഹായം നൽകുന്നതിന് പോലും കയറ്റാവൂ എന്ന കാര്യം നിഷ്കർഷിക്കേണ്ടിയിരിക്കുന്നു. ഈ സഹായത്തിൻ്റെ മറവിൽ ആരെയും കയറ്റുക എന്ന് പറയുന്ന ഒരു സമീപനം ആർക്കും നല്ലതല്ല. അത് ഏത് വിദ്യാഭ്യാസ സ്ഥാപനമായാലും, പ്രത്യേകിച്ച് ഇപ്പോൾ മയക്കുമരുന്ന്, മദ്യം, അതുപോലെയുള്ള സംഗതികളൊക്കെ വളരെ ഗുരുതരമായി ക്യാമ്പസുകളിലൊക്കെ വ്യാപിക്കുന്നു എന്നുള്ള ആക്ഷേപം പരക്കെയുണ്ട്. പാവപ്പെട്ട 10, 12, 14 വയസ്സായ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളുടെ ചുറ്റുവട്ടത്തൊക്കെ ഇങ്ങനെയുള്ള മാഫിയ സംഘങ്ങൾ വിലസുന്നുണ്ട് എന്ന വാർത്തയുണ്ട്. ഏതായാലും പോലീസും അതുപോലെ തന്നെ ബന്ധപ്പെട്ട മറ്റുദ്യോഗസ്ഥരും എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥരുമൊക്കെ തികഞ്ഞ ജാഗ്രത പുലർത്തും എന്നാണ് നാം എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഇനിയും ഈ സ്കൂളുകൾക്ക് അകത്ത് അല്ലെങ്കിൽ കോളേജുകൾക്കകത്ത് വിദേശ ഏജൻസികൾ അല്ലെങ്കിൽ സ്വദേശ ഏജൻസികൾ, ബാഹ്യ ഏജൻസികൾ എവിടെ നിന്നാണെങ്കിലും വന്നാൽ അവരെ കയറ്റുന്നതിന് മുൻപായി വളരെയേറെ അന്വേഷണങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്. അതിന് ബന്ധപ്പെട്ട സ്കൂൾ അധികൃതർ അവരുടെ മേലുദ്യോഗസ്ഥന്മാരിൽ നിന്ന് അനുവാദം വാങ്ങിച്ചിരിക്കണം. ഈ സഹായവുമായി വരുന്ന ആളുകളുടെ ചരിത്രം പരിശോധിക്കാനുള്ള സംവിധാനം ഉണ്ടാകണം. സ്കൂൾ അധികൃതർ ക്ഷണിക്കാത്ത ഒരു അതിഥിയെയും ഒരു ക്യാമ്പസിൽ ഏതിൻ്റെ പേരിലും കൊണ്ടുവരാൻ പാടില്ല എന്ന് കർശനമായി വ്യവസ്ഥ ഉണ്ടാകണം. അധ്യാപക രക്ഷാകർതൃ സംഘടനയും ഈ കാര്യത്തിൽ ജാഗ്രത കാട്ടണം. അധ്യാപക രക്ഷാകർതൃ സംഘടന സജീവമായി പ്രവർത്തിക്കണം. അങ്ങനെ അധ്യാപക രക്ഷാകർതൃ സംഘടനയും സ്കൂൾ അധികൃതരും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും എല്ലാം കൂട്ടായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള അപകടത്തിൽ ചെന്ന് ചാടാതെ മറ്റു സ്കൂളുകൾക്കും അവിടുത്തെ സ്കൂൾ അന്തരീക്ഷം സംശുദ്ധമായി കാത്തുസൂക്ഷിക്കാൻ കഴിയുമെന്നുള്ളതാണ്
ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നതും എല്ലാവരും ആഗ്രഹിക്കുന്നതും.